എൻ്റെ ഒരു പരാതി നമ്മുടെ കേരള മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാനൊരു പരാതി നൽകിയിരുന്നു. പരാതി നൽകിയ ഡേറ്റ് 20/1/2026. എൻ്റെ പരാതി എന്താണെന്ന് ചോദിച്ചാൽ, ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ കള്ളവോട്ട് നടന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുത്തു എന്നുള്ളതായിരുന്നു എൻ്റെ പരാതി. അതുകൊണ്ട് ഈ പുതിയ ബോർഡ് രൂപീകരിക്കാൻ പാടില്ല, ഈ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി അന്വേഷണം നടത്തി വേണ്ടതായ നടപടി സ്വീകരിക്കണം എന്നായിരുന്നു എൻ്റെ പരാതി. എൻ്റെ പരാതി എൻ്റെ കൈവശമുണ്ട്. 20/1/2026 എൻ്റെ പരാതി. എന്നാൽ കുറേ നാളായിട്ടും ഇതിന് യാതൊരു മറുപടിയും വരാതിരുന്നത് കൊണ്ട് ഞാൻ അതേ പരാതി നമ്പർ ഞാൻ വേണമെങ്കിൽ പറയാം. G2260101963. ഇതായിരുന്നു അന്ന് ഞാൻ പരാതി വെച്ചതിൻ്റെ CM പോർട്ടലിൽ വെച്ചതിൻ്റെ പരാതിയുടെ നമ്പർ. എനിക്കതിന് മറുപടി ഒന്നും ലഭിക്കാഞ്ഞത് കൊണ്ട് ആ പരാതിയിൽ ഞാൻ കൃത്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റും എന്ന് വെച്ചാൽ കള്ളവോട്ട് ചെയ്തത് ആരാണെന്ന് ഉള്ള ലിസ്റ്റ് വരെ ഞാൻ സമർപ്പിച്ചിരുന്നു. അതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത് യാതൊരു വിധമായ അന്വേഷണവും നടത്തിയിട്ടില്ല. ഇത് കള്ളവോട്ട് നടത്തിയിരുന്നു എന്ന് ഞാൻ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ അപേക്ഷയുടെ മറുപടിയിലാണ് ഞാൻ ഈ രേഖ കണ്ടെത്തിയത്. അത് കണ്ടെത്തിയിരിക്കുന്നത് ജീവമാതാ കാരുണ്യ ഭവൻ, അടൂർ, തേപ്പുപാറ. ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ നോക്കുന്ന സ്ഥാപനവും വൃദ്ധസദനവും ഉണ്ടായിരുന്നു. ഇതിൽ കുട്ടികളുടെ സ്ഥാപനം നേരത്തെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലില്ലാത്ത ആ സ്ഥാപനത്തിൻ്റെ പേരിലും നിലവിലുള്ള വൃദ്ധസദനത്തിൻ്റെ പേരിലുമായി 2 വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജൂൺ മാസമോ ജൂലൈ മാസമോ ആ സ്ഥാപനം നിർത്തിയതാണെന്നും ആ സ്ഥാപനത്തിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്തതാണെന്നും ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും അറിയാവുന്ന വിഷയമാണെന്ന് വെച്ചാൽ, പത്തനംതിട്ട സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലാണ് പത്തനംതിട്ട ജില്ലയിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ട സാമൂഹ്യ നീതി വകുപ്പ് തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്തതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചത്. പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി സെൻറ് മേരീസ് ഗാന്ധി ഭവൻ, ഓമല്ലൂർ. ഈ സ്ഥാപനം നിലവിൽ പ്രവർത്തനമില്ലാത്ത ഈ സ്ഥാപനത്തിൻ്റെ പേരിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും രേഖാമൂലം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായി ഗാന്ധി ഭവൻ, റാന്നി. ഇങ്ങനെ ഒരു സ്ഥാപനം റാന്നിയിൽ നിലവിലില്ല എന്നിരിക്കെ ആ പേരിലും വോട്ട് രേഖപ്പെടുത്തി. അപ്പോൾ എനിക്ക് അറിയാവുന്ന എൻ്റെ സമീപത്തുള്ള പരിചയത്തിലുള്ള നിലവിലില്ലാത്ത സ്ഥാപനങ്ങൾ മാത്രമാണ് ഞാൻ പരിശോധിച്ചത്. അപ്പോൾ 1410ഓളം സ്ഥാപനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിന് പ്രകാരം 1410ഓളം സ്ഥാപനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 1410 പേരോളം വോട്ട് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിൽ അതിൽ എത്ര പേര് സ്ഥാപനം നിലവിലുണ്ട് എന്ന് കേരളം മുഴുവൻ അന്വേഷിച്ചാൽ ഒരു വലിയൊരു സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. എനിക്ക് അടുത്തുള്ളത് മാത്രമാണ് ഈ 3 ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഞാൻ 20/1/2026 പരാതി കൊടുത്തിട്ട് യാതൊരു മറുപടിയും വന്നില്ല. അതിന് ഈ പരാതിക്ക് മറുപടി ലഭിക്കാഞ്ഞതിനാൽ, അടിയന്തര പ്രാധാന്യമുള്ള കാരണമായതിനാൽ ഞാൻ 20/1/26 പരാതിക്ക് 9/3/2026 അപ്പീലും നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. ഈ അപ്പീലിനും എനിക്ക് യാതൊരു മറുപടിയും വന്നില്ല. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഇത്ര നമ്പർ പരാതി അയച്ചിട്ടുണ്ട് എന്ന്. ഈ അപ്പീൽ വെച്ചതിന് ശേഷമാണ് എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, താങ്കൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി CM with me എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷനിലേക്ക് താങ്കൾ വിളിച്ചു പറഞ്ഞാൽ താങ്കളുടെ പരാതി പരിഹരിക്കുകയും താങ്കളുടെ പരാതി വിശദമായി കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും പരിഹാരം എന്തായി എന്ന് താങ്കളെ അറിയിക്കുകയും ചെയ്യും എന്ന് ഒരു മെസ്സേജ് വന്നു. ഞാൻ ഈ പരാതി പെട്ടെന്ന് അടിയന്തരമായി എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ CM with me ഞാൻ ഈ പരാതി ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾ കേൾക്കുക. 20/2/2026 ഞാൻ ഈ പരാതി അയച്ചതിന് ശേഷം 20/1/2026 പരാതി അയച്ചതിന് ശേഷം 20/2/2026 ഞാൻ CM with me എന്ന് പറയുന്ന അതിലേക്ക് ഞാൻ ഫോൺ വിളിച്ച് എൻ്റെ പരാതി പറയുന്നത്. ആദ്യം ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി വെച്ചു. അപ്പോൾ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഞാനിത് 3-4 പ്രാവശ്യം വിളിച്ചു. മേഡം, ഞാൻ എന്റെ പരാതി ഓപ്പറേഷൻ കൺട്രോൾ ബോർഡിൽ നടപടി എടുത്തോന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി എന്തിനാണ് ഓപ്പറേഷൻ? സാധാരണ ഒരു പൗരൻ അതെന്തിനാണ് പറയുന്നത് ചോദിക്കണ്ടേ? അതൊന്നും പറ്റത്തില്ല. കോർട്ട് അപ്പീൽ ചെയ്യാൻ വേണ്ടി ഞാൻ പരാതി പറയാൻ കാരണം എന്റെ 2025 3 പ്രാവശ്യം 4 പ്രാവശ്യം ഓരോ ജില്ലകളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ രണ്ടാമത്തെ പരാതിയാണല്ലേ?
അത് കഴിഞ്ഞും പല പ്രാവശ്യം ഞാൻ ഈ കാര്യം ചോദിച്ചാൽ വിളിച്ചിരുന്നു. അതിനൊന്നും കൃത്യമായ മറുപടി അവിടുന്ന് അവർക്ക് പറയാൻ പറ്റാത്ത അവസരത്തിലാണ് ഞാൻ ഇന്ന് ഞാൻ ഈ പരാതിയുമായിട്ട് കള്ളവോട്ട് നടന്നതിന് തെളിവ് സഹിതമാണ് ഞാൻ പരാതി അയച്ചാൽ വിളിച്ചു പറഞ്ഞു. പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചതിന്റെ നമ്പർ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അതെ, ഉദ്യോഗസ്ഥരാരും ഇല്ല ഇപ്പൊ അവിടെ. അങ്ങോട്ട് വിളിക്കുന്നതാണ് എപ്പോ വിളിക്കും? കൃത്യമായിട്ട് പറയാൻ പറ്റില്ല സാർ. സാറിന് വിളിക്കുന്നതാണ് സാർ. അപ്പൊ ഞാൻ ഈ പരാതി ഡേറ്റ് നടന്നു. എത്രാം തീയതി ആയിരുന്നു പരാതി? ഓക്കെ, നമുക്ക് ബോർഡ് രൂപീകരിക്കാം എന്ന് പറയാൻ ബോർഡ് രൂപീകരിച്ചു എന്നുള്ളതല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പരാതി അവിടെ വന്നു എന്നുള്ളത് നിങ്ങൾ ആ അധികൃതരെ അറിയിച്ചു. അതുകൊണ്ട് അവർ പെട്ടെന്ന് നിങ്ങൾ പരാതി വന്നതുകൊണ്ട് പെട്ടെന്ന് ആ പരാതി ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ബോർഡ് രൂപീകരിക്കാം എന്ന് പറയാൻ ബോർഡ് രൂപീകരിച്ചു എന്നുള്ളതല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. അതോ വേറെ വല്ല അഭിപ്രായം എനിക്ക് മനസ്സിലായിക്കോട്ടെ. മറ്റു ഡീറ്റെയിൽസ് ഉദ്യോഗസ്ഥരാണ് സാർ പറയുന്നത്. അതെ, ഞാൻ വേറെ 4 പ്രാവശ്യം പിടിച്ചു പറയും. 4ാമത്തെ പ്രാവശ്യമാണ് ഇതേ മറുപടി തന്നെയാണ്. അദ്ദേഹത്തിന് വിളിക്കും മറുപടി തന്നെ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് അത് മറുപടി തരാൻ പറ്റത്തില്ല, എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ പരാതിപ്പെട്ട ഒരു കാര്യം അവിടെ എങ്ങനെ വീണ്ടും ബോർഡ് രൂപീകരിച്ചു എന്നുള്ളതായി മറുപടി ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെയല്ലോ തരണം. അപ്പൊ നേരത്തിന് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? അവിടെ നോട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ അടിയന്തരമായ ഒരു വിഷയം നമ്മൾ പരാതി അയക്കുമ്പോൾ ആ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്താതെ അവർക്ക് അനുകൂലമായിട്ട്, എന്ന് വെച്ചാൽ നമ്മളൊരു പരാതി ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബോർഡിനെതിരെ നൽകുമ്പോൾ ആ ബോർഡിനെ നമ്മൾ പരാതിപ്പെട്ടു എന്ന് അവരെ അറിയിക്കുക. അറിയിച്ചതിന് ശേഷം അവരോട് തുടർ നടപടി എന്തവിടെ നടപടി സ്വീകരിക്കണമോ അത് അവരങ്ങ് സ്വീകരിക്കാം. പുതിയ ബോർഡ് രൂപീകരിച്ചിട്ട് നമ്മുടെ പരാതി അവിടെ ഇരിക്കുക. അതിനൊരു മറുപടി തരുന്നില്ല. ഇനി അവർ മറുപടി തന്നാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും വരുന്നത്? നിയമപ്രകാരം അത് ഇലക്ഷൻ അവിടെ നടന്നതുകൊണ്ട് ആ ഇലക്ഷൻ ജയിച്ചവർ അവിടെ പുതിയ ബോർഡ് രൂപീകരിച്ചു. ഇതായിരിക്കും ചിലപ്പോൾ മറുപടി വരുന്നത്. ആ മറുപടി അല്ലല്ലോ നമുക്ക് ആവശ്യം. മുഖ്യമന്ത്രി പണ്ട് ആദ്യത്തെ ടേമിൽ ഭരണത്തിലേൽക്കുമ്പോഴെന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓരോ ഫയലും ഓരോ മനുഷ്യന്റെ ജീവിതമാണ്. മുഖ്യമന്ത്രി ഇത് മറന്നിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഭരണകാലത്ത് ഈ 10 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഒരുപാടൊക്കെ നമ്മൾ TV-യിലും ഒക്കെ വാർത്ത കാണുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരിത ജീവിതത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഞാൻ ഈ 2.5 വർഷക്കാലമായിട്ട് പരാതി കൊടുക്കുമ്പോൾ ആ പരാതി ആര് തെറ്റ് ചെയ്തോ അവർക്ക് തന്നെ അയച്ചു കൊടുത്ത് നമ്മളെ അപമാനിക്കുകയല്ലാതെ ആ പരാതിക്ക് കൃത്യമായ ഒരു മറുപടി തരികയോ ആ പരാതി പരിഹരിക്കുകയോ ചെയ്യാത്ത ഒരു സർക്കാരാണിത്. ഈ സർക്കാരിന്റെ സമയത്ത് സർക്കാരും ഉദ്യോഗസ്ഥര് സൂക്ഷിച്ചുകൊള്ളുക. ഇത് കോടതിയിൽ പോയാൽ അവിടെ കൈയും കെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ഇന്ന് ഇത് വിളിച്ചു ചോദിച്ചതും ഇവർ നടപടി എടുത്തു എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഒരിക്കലും നടപടി എടുക്കത്തില്ലെന്നും എനിക്കറിയാം. കോടതിയിൽ പോകാനുള്ള എല്ലാ പേപ്പേഴ്സും തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇവരെ വിളിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണപ്പെട്ടവർ മുഖ്യമന്ത്രിക്കല്ല, ഈ കേരളത്തിൽ ആർക്ക് പരാതി കൊടുത്താലും ആ പരാതി ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ ആ പരാതി അവിടെ അനങ്ങിയാല അവർക്ക് വേണ്ടി നടപടി എടുക്കുകയില്ല എന്ന് ഉറപ്പാണ്ടാത്തവരായിരിക്കണം. വേണ്ടപ്പെട്ടവർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ ഈ കേരളത്തിൽ അത് യാതൊരു നടപടി ഉണ്ടാകുകയില്ല. അവർക്ക് വേണ്ടാത്തവരാണെങ്കിൽ അടിയന്തരമായി അത് നടപടി എടുക്കുകയും ചെയ്യും, വേണ്ട ശിക്ഷാ നടപടിയിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായ കാര്യത്തിൽ രേഖാമൂലം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.